ഹലോ നമസ്കാരം. നമ്മളിന്ന് ഇവിടെ ഒരു മാങ്ങച്ചാറ് തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മേജോ. രുചിമന്ത്ര പിക്കിൾസ്. നമ്മൾ എന്താ പറയുക, ഒരു 3 വർഷമായിട്ട് പിക്കിളുകൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിന് ചിലവും കാര്യങ്ങളും നമ്മളുണ്ടാക്കുന്ന രീതികളും ഒക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 കിലോ മാങ്ങയാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് മാങ്ങ അരിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 2 ദിവസം നമ്മളത് അരിഞ്ഞ് ഉപ്പിട്ട് വെക്കണം. ഒരു 200 ഗ്രാം ഉപ്പ് 2 കിലോന്. പിന്നെ നമുക്ക് വേറെ ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല ഇതായിട്ട്. അതുപോലെ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, ഒരു 300 ഗ്രാം പച്ചമുളകും ഒരു 150 ഗ്രാം ഇഞ്ചിയും പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ വെക്കണം. അതുപോലെ ഒരു ഒരു സ്പൂൺ കടുക് മതി. ഇതിൽ 2 സ്പൂൺ ഉണ്ട്, 1 സ്പൂൺ കടുക് മതി. അതുപോലെ കുറച്ച് വേപ്പിലെടുത്ത് വെക്കണം. അതുപോലെ നമ്മുടെ കായംപൊടി, നമ്മുടെ തന്നെ കായംപൊടിയാണ്. അത് നമുക്ക് ഹോൾസെയിലായിട്ട് എടുക്കണ കാരണം കിലോ ഒരു 1000 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ നമ്മളൊരു 20 ഗ്രാം കായം നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മുടെ തന്നെ പിക്കിൾ മിക്സാണ്. ഇതൊരു 100 ഗ്രാം നമുക്കൊരു 60 രൂപ നമുക്ക് ചിലവ് വരുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി, ഉലുവപ്പൊടി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ളതാണ് ഇതായിട്ട് വരുന്നത്. അതുപോലെ നമ്മുടെ തന്നെ വിനാഗിരിയാണ് 1 ലിറ്റർ. ഈ 2 കിലോ അച്ചാറിലേക്ക് നമുക്ക് വരുന്നത്. ഇത് നമ്മുടെ മിക്സിംഗ് ആണ് വരുന്നത്. നമ്മൾ അസിറ്റിക് ആസിഡ് മേടിച്ച് നമ്മുടേതായ രീതിയിൽ മിക്സാക്കി വെക്കുന്നതാണ്. അതുപോലെ എണ്ണ 200 ഗ്രാം എണ്ണ. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ആദ്യം ഫസ്റ്റ് നമ്മൾ ഗ്യാസ് കത്തിക്കുകയാണ്. ഗ്യാസ് കത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വെച്ചു ആണ് നമ്മൾ എണ്ണ ഒഴിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എണ്ണയുടെ അളവ് നമ്മൾ പറഞ്ഞു 200 ഗ്രാമാണ് നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്നുകൊണ്ട് മാറ്റി വയ്ക്കുകയാണ്. എണ്ണ നമ്മൾ ഒഴിച്ചു. 200 ഗ്രാം എണ്ണ നമ്മളിതിലേക്ക് ഒഴിച്ചു. എണ്ണ നല്ല എണ്ണ ആയിരിക്കണം. ബ്രാൻഡ് നമുക്ക് തന്നെ ഇന്നതൊന്നും നമ്മൾ പറയണില്ല. നമുക്ക് ഏതാണ് അവൈലബിലിറ്റി എടുക്കുക. ഓക്കെ, 200 ഗ്രാം എണ്ണ കേട്ടോ. 2 കിലോ അച്ചാറിന് നമുക്ക് 2 കിലോ മാങ്ങയ്ക്ക് അച്ചാറ് നമുക്കിത് കഴിഞ്ഞിട്ട് നോക്കി നോക്കാം എത്ര വരാന്നുള്ളത്. അപ്പോൾ നമുക്ക് കടുക് ഇടാം. അപ്പോൾ 1 സ്പൂൺ മതി, ഇട്ടാൽ മതി കേട്ടോ. ഒറ്റ സ്പൂൺ ഇട്ടാൽ മതി. കടുക് ഇട്ടു. കടുക് പൊട്ടി വരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു 10-15 വേപ്പില നമുക്ക് വരേണ്ടത് ഉണ്ടാവുന്നത്. കടുക് പൊട്ടണ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 2-3 മിനിറ്റ് നമ്മൾ നോക്കി വെക്കുക. 2 മിനിറ്റ്, 1 മിനിറ്റ്, 2 മിനിറ്റ് മാക്സിമം. അതിനുള്ളിൽ കടുകൊക്കെ പൊട്ടും. കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തീ ഒന്ന് കുറച്ചിടാം. കാരണം നമുക്ക് അടുത്തിടുമ്പോൾ നമുക്ക് ഇത്തിരി നെറ്റിക്കാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഏകദേശം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ വേപ്പില ഇട്ട്, വേപ്പിലിടുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത്. വേപ്പിലൊന്ന് ആയി വരുന്നുണ്ട്. അപ്പം തന്നെ നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് അതിനകത്തേക്ക് നമ്മൾ പതുക്കെ ഇടണം. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ച കളർ മാറിയിട്ട് ഒരു ബ്രൗൺ കളറിലേക്ക് നമുക്ക് ഐറ്റം എത്തും. ഓക്കെ, നമ്മുടേത് വാടിയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് കണ്ട. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി നമ്മുടെ
മുളക് പൊടി ഐറ്റംസ് പിക്കിൾ മിക്സ് 100 ഗ്രാം വരണത് അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിട്ട് നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയുക 2-3 മിനിറ്റ് ഇളക്കിയാൽ മതി. അപ്പോൾ ഈ മുളക് പൊടിയിലൊക്കെ ഒരു പച്ചക്കുത്തും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇതാക്കുന്നത്. പിന്നെ ചിലവർ ചൂടാക്കി ഇടുന്ന കണ്ടിട്ടുണ്ട്. നമുക്കിത് ഓൾറെഡി ചൂടാക്കി ഇടുന്ന കാരണം നമുക്ക് അതിൻ്റെ വേറെ സെപ്പറേറ്റ് ചൂടാക്കേണ്ട കാര്യമില്ല. ഓക്കെ, മൊരിയിക്കാൻ പാടില്ല. കുറച്ച് 1 മിനിറ്റ് 2 മിനിറ്റ് മാക്സിമം ചൂടാക്കുക. അതിനുശേഷം നമ്മുടെ വിനാഗിരി എടുക്കുക, വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായി ഇളക്കുക. നമ്മൾ തീ കൂട്ടിയിട്ടോ കേട്ടോ. അതിനുശേഷം ഇത് കഴിഞ്ഞാൽ തീ കൂട്ടിയിടാം, തിളയ്ക്കണം നന്നായിട്ട്. ഇതിൽ കട്ട കട്ട പോലെ ഇരിക്കുക ഈ വിളകും ഇതൊക്കെ ഇതായിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് ഇളക്കി അത് ഉടച്ചു കൊടുക്കണം. ഗ്രേവി നമ്മളിത് തിളച്ച് ഒപ്പം തന്നെ നമ്മൾ കായംപൊടി നമ്മളത് തന്നെ കായംപൊടി കുറച്ച് ശേഷം ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കണം. അതും ഇളക്കി കൊടുക്കുക. മണം നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് എന്താ ഈ അച്ചാർ വരുന്നത്. അപ്പോൾ അത് നന്നായി തിളയ്ക്കണം, വെട്ടി തിളക്കണം കേട്ടോ, നന്നായി തിളയ്ക്കണം. അതുപോലെ തിളച്ചിട്ട് കഴിഞ്ഞ ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം മാങ്ങ ഇടാനായിട്ട്. മാങ്ങ ഇട്ടിട്ട് നമ്മൾ വേവിക്കരുത് അച്ചാർ. മാങ്ങ ഒക്കെ ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ മാങ്ങ ഉടഞ്ഞു പോകും, കുറേ നാൾ ഇരിക്കില്ല. തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇരിക്കിനി മാങ്ങ ഇടണം. ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇതിൽ വെള്ളം വരണണ്ട. മാങ്ങ അരിയുമ്പോൾ അതിലേക്ക് വെള്ളം വരും നന്നായിട്ട്. മാങ്ങ ഇത് നമ്മൾ പെട്ടെന്ന് അരിഞ്ഞിട്ട കാരണമാണ് ഇത് ഇത്രയും ഫ്രഷ് വരണത്. ഒരു 2 ദിവസം നമ്മൾ കഴിഞ്ഞാണ് ഇടണമെങ്കിൽ മാങ്ങ ചെറുതായിട്ടൊന്ന് വാടും. ആ വാടുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അതാണ് മാങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇടുകയാണെങ്കിൽ 2 ദിവസം ഉപ്പിലങ്ങോട്ട് ഇട്ട് വെക്കണം മാങ്ങ. കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഇതിലേക്കൊന്ന് പാകത്തിന് ഇളക്കി സെറ്റാക്കി വെക്കുക. ലൂസ് നോക്കണ്ട, ചൂടാറി ഇതിൽ ആവിയൊക്കെ പോകുമ്പോൾ വറ്റും, കുറച്ച് നന്നായി വറ്റും. അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയി മാറും കേട്ടോ. ഗ്രേവി ഉണ്ട്, നന്നായി ഇതിലേക്ക് മുങ്ങി കറക്റ്റ് ഇതിലേക്ക് എല്ലാം സെറ്റായി പിടിക്കും. അടിപൊളി മാങ്ങാച്ചാറ്. ഇപ്പോൾ നമ്മുടെ മാങ്ങാച്ചാറ് റെഡി ആയിട്ടുണ്ട്. രുചിമന്ത്ര ഫ്രഷ് മാംഗോ പിക്കിള്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ ആവശ്യമുള്ളവർക്ക് നമ്മളത് ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് നോക്കി നോക്കാം. കാരണം ഈ വീഡിയോയിൽ ലാസ്റ്റ് നമുക്കിതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളതിൻ്റെ വെയ് മെഷീൻ നമ്മൾ ഓണാക്കി നല്ല ചൂടാറാണ്ട് നമുക്ക് വെയിറ്റ് നോക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ഉരുളി ജസ്റ്റ് ഒന്ന് പിടിക്കുന്നുണ്ട്, കാരണം പേപ്പർ വെച്ച് പിടിച്ചില്ലെങ്കിൽ കൈ പൊള്ളും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വെയിറ്റ് വരുന്നത് 5450. അപ്പോൾ 2 കിലോ പോയി കഴിഞ്ഞാൽ 3450 നമ്മുടെ
അച്ചാറിൻ്റെ മൊത്തം തൂക്കം ഏകദേശം 3.5 കിലോ. 3.5 കിലോ ഉണ്ടാവില്ല, എന്നാലും നമുക്ക് 3.5 കിലോ കൂട്ടാം. 3.5 കിലോ അച്ചാറാണ് നമുക്കിതിൽ കിട്ടുന്നത്. 3.5 കിലോ കിട്ടില്ല, ഒരു 100 ഗ്രാം പിന്നെയും കുറയും. പിന്നെ പാക്കിങ്ങിൻ്റെയും ഇതൊക്കെ കൂടുമ്പോൾ അതിൻ്റെ ഒരു ഇത് കുറയും. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചാർ. അപ്പോൾ 3.5 കിലോ നിങ്ങൾ കണക്കൊന്ന് കൂട്ടി നോക്കുക. എല്ലാ റേറ്റും നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി കൂട്ടി വരുമ്പോൾ നമുക്ക് ഇതിനൊരു കോസ്റ്റ് കിട്ടും മാങ്ങച്ചാറിന്. 1 കിലോന് എത്ര കിട്ടണമെന്നുള്ളത്. അപ്പോൾ എൻ്റെ കണക്കിൽ ഏകദേശം ഒരു 140 രൂപയാണ് നമുക്ക് വരണത്, ഒരു പിക്കലിന് വരണത്. പിന്നെ നമ്മളത് 200 ഗ്രാമിൻ്റെ നമ്മൾ കൊടുക്കേണ്ടത്. 200 ഗ്രാം നമുക്ക് വരുന്നത് 50 രൂപയാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി അച്ചാർ, കണ്ണിമാങ്ങ, ചൂട്ടരച്ച ചമ്മന്തി, അങ്ങനെ 10-16 അച്ചാറുകളുണ്ട്. അതൊക്കെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്കിത് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ തരാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കയ്യിൽ ഗ്ലൗ ഒക്കെ ഒന്ന് ഒരു മാറ്റമുണ്ട്, കാരണം അച്ചാറുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഗ്ലൗ ഇടും, പക്ഷേ ടേസ്റ്റ് നോക്കണമെങ്കിൽ ഗ്ലൗ മാറ്റണം, അതിനാണ്. ഓക്കെ, അപ്പോൾ അച്ചാർ ടേസ്റ്റ് നോക്കുന്നുണ്ട്. എല്ലാം പാകണം, ഉപ്പ് പുളി എല്ലാം സെറ്റ്. കാരണം നമ്മൾ ഇത്രയും വർഷമായിട്ട് നമ്മൾ ചെയ്യണ കാരണം അതിൻ്റെ എല്ലാ കൂട്ടും നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാങ്ങച്ചാറ് ഇഷ്ടപ്പെടും. ഇത് വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് തിരക്കുള്ളവർ, ജോലിയുള്ളവരൊക്കെ ആണെങ്കിൽ അടിപൊളി മാങ്ങച്ചാറ് നിങ്ങൾക്ക് കുറ്റം പറയില്ല, ഗ്യാരണ്ടീഡ് ആണ്. കാരണം ഫ്രഷ് മാങ്ങ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരണത്. ഇത്രയും നമ്മൾ ഉറപ്പ് പറയാൻ കാരണം വിശ്വസിച്ച് നമുക്ക് ഇത്രയും ടേസ്റ്റുള്ള കാരണമാണ്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളവർ പറയുക. നമ്മൾ കൂടുതൽ റേറ്റും കാര്യങ്ങളൊന്നും പറയില്ല. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരും. അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ പ്രൊഡക്റ്റ് എന്തെങ്കിലും താല്പര്യം ഉണ്ടാക്കി നോക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് പറ്റാവുന്നതൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യും. അതുപോലെ ഷെയർ ചെയ്യുക, അച്ചാറുകൾ ഓർഡർ ചെയ്യുക. രുചിമന്ത്ര ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മൊബൈൽ നമ്പർ കിട്ടും കേട്ടോ. അപ്പോൾ സെപ്പറേറ്റ് മൊബൈൽ നമ്പറൊന്നും പറയണില്ലേ, ഗൂഗിൾ ചെയ്താൽ മതി, കിട്ടും. രുചിമന്ത്ര തൃശ്ശൂർ. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വരാം. ബൈ.